നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് തിരുവചനത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളുമെല്ലാം ജീവിതത്തിൻ്റെ അകത്ത് കൂടപ്പറപ്പുകളെ പോലെ നമ്മളെ പിന്തുടരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ചിലരൊക്കെ ചോദിക്കുന്നതാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? എൻ്റെ മനസ്സ് മടുക്കരുത്. ദൈവത്തിൻ്റെ വചനം നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി തരികയാണ്. ദൈവഭക്തന്മാരൊക്കെ വലിയ കഷ്ടതകളിലും പ്രയാസങ്ങളിലും കടന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളിൽ അവരെങ്ങനെയാണ് ആ കഷ്ടതകളെ ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്തത്, അവർ വിജയകരമായി ജീവിതത്തിൽ നടപ്പാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെറുതെയൊന്നുമല്ല. നാം അത് ധ്യാനിക്കുവാനും നമ്മളത് മനസ്സിലാക്കുവാനും പഠിക്കാനുമായിട്ടാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 18-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. ഈ സങ്കീർത്തനം 50ഓളം വാക്യങ്ങളുള്ള വളരെ ദീർഘമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം മുഴുവനും എനിക്ക് ഈ പരിമിതമായ സമയത്തിൻ്റെ അകത്ത് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായിട്ട് പറ്റാത്തതുകൊണ്ട് ദയവായിട്ട് നിങ്ങളൊരു വേദപുസ്തകം കൈകളിൽ കരുതി ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ അത് കൂടുതൽ അനുഗ്രഹമായിരിക്കും. നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുന്ന ഓരോ സമയവും എൻ്റെ ജീവിതത്തിലും കർത്താവ് നൽകി തരുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. 18-ാം സങ്കീർത്തനത്തിൻ്റെ ആ ഒരു ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ദാവീദിനെ ശൗലിൻ്റെ കയ്യിൽ നിന്നും സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അദ്ദേഹം എഴുതിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടതക്കകത്ത് എഴുതി എന്നുള്ളതല്ല, ദീർഘനാളുകളിലെ കഷ്ടതകൾക്കകത്ത് ദൈവം തന്നെ രക്ഷിച്ച വഴികളെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ ഒരു സമാധാനത്തിലേക്കും ശാന്തമായ അനുഭവത്തിലേക്കും തന്നെ കൊണ്ടുവന്നപ്പോൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു സങ്കീർത്തനമായിട്ട് വേണം ഈ 18-ാം സങ്കീർത്തനത്തെ നമ്മൾ കണക്കാക്കാൻ. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ദാവീദ് തൻ്റെ വ്യത്യസ്തമായ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ ഇടയിൽ പരീക്ഷിച്ച് ഫലപ്രദമായി വിജയിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി തീരും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെയാണ്, യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കഷ്ടതകളിലും വേദനകളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, അല്ല സമൃദ്ധിയിലും സമ്പന്നതയിലും ആണെങ്കിലും നമുക്ക് ദൈവത്തെ ആഴമായി സ്നേഹിക്കാനായിട്ട് കഴിയണം. ഈ 50 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം കടന്നുപോയ കഷ്ടതകളെ കുറിച്ചൊക്കെ പറയുന്നത്, മരണപാശങ്ങൾ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ ഭ്രമിപ്പിച്ചു, പെരുവെള്ളം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ അകത്തൂടെ താൻ കടന്നുപോയ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. അതിന് മുമ്പിൽ പറയുകയാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒന്നാമത് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, കർത്താവിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനെ നമുക്ക് ആഴമായിട്ട് സ്നേഹിക്കാം. നാം ദൈവത്തെ സ്നേഹിച്ചാൽ ഈ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ അരികിൽ വന്നിട്ട് അതെല്ലാം അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ ഒന്ന് പരിശോധിക്കുക, നാം നമ്മുടെ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത്, 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കഷ്ടതകളുടെ മധ്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന മറ്റൊരു കാര്യം, ദാവീദ് ജീവിതത്തിൻ്റെ അകത്ത് വിജയകരമായി നടപ്പാക്കിയ ഒരു കാര്യം തുടർമാനമായുള്ള പ്രാർത്ഥനകളായിരുന്നു. ഇവിടെ പ്രാർത്ഥനകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്. ആ പദങ്ങൾ നിലവിളി, അപേക്ഷ, ഈ പദങ്ങളാണ്. അപ്പോൾ ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചു, നിലവിളിച്ചു. ആ നിലവിളികളുടെ എല്ലാം സമയങ്ങളിൽ അവിടുന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പാതകളിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ 100 സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. ദൈവം രക്ഷിച്ച വഴികൾ, ദൈവം ഇറങ്ങി വന്ന വഴികൾ, ദൈവം സഹായിച്ച വഴികൾ, ദൈവം കൈപിടിച്ച് നടത്തിയ വഴികൾ, എത്രയോ വഴികളുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. പ്രാർത്ഥനയിൽ ശക്തിയോടെ
മുൻപോട്ട് പോവുക. മൂന്നാമത്തെ കാര്യം, ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടുന്ന മൂന്നാമത്തെ കാര്യം 19-ാമത്തെ വാക്യമാണ്. 19-ാമത്തെ വാക്യം, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു, എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ഉറപ്പാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ പ്രസാദമാണോ? ചർച്ചിൽ പോകുന്ന സമയങ്ങളല്ല, കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങളല്ല, അല്ലാത്ത എല്ലാ സമയങ്ങളിലും നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വാക്കും നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തികളും ദൈവം മുമ്പാകെ പ്രസാദമാണോ? കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ വഴികളിൽ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വിശാലത തരുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യം അതാണ്, പ്രസാദമുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 23-ാമത്തെ വാക്യമാണ്. ആ വാക്യങ്ങളിൽ 2 പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. നിഷ്കളങ്കതയോടെ അകൃത്യം ചെയ്യാതെ ഇരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു എന്നുള്ളതാണ്. നിഷ്കളങ്കതയോടെ അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സൂക്ഷിക്കേണ്ട ചില മേഖലകളുണ്ട്. ഇവിടെ എങ്ങനെയാണ് കാത്തത്? ഇവിടെ കാത്തത് 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വഴികളെ പ്രമാണിച്ചു, വിധികളെ മനസ്സിലാക്കി, ചട്ടങ്ങൾ. അപ്പം വഴികൾ, വിധികൾ, ചട്ടങ്ങൾ, ഇതെല്ലാം ദൈവവചനത്തിന്റെ ചില പര്യായ പദങ്ങളാണ്. അപ്പോൾ ഈ വഴികളെ കാത്തപ്പോൾ 32-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എൻ്റെ വഴി കുറവ് തീർക്കുന്ന ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തിരുവചനത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ കാത്താൽ അവിടുന്ന് നമ്മുടെ വഴികളുടെ കുറവുകൾ തീർക്കും. അവിടുത്തെ വഴികളിൽ നടന്നാൽ, അവിടുത്തെ ഈ വഴി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വഴി എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും NH-47 ആണോ, അതോ ഈ റോഡിൽ കൂടെ നമ്മൾ കാണുന്ന വഴിയാണോ? ഒരിക്കലും അല്ല. ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ദൈവവചനമനുസരിച്ച് നടക്കുക, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കുക, അവിടുത്തെ പാതകളിൽ യാത്ര ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം അങ്ങനെ മുൻപോട്ട് യാത്ര ചെയ്തു പോയപ്പോൾ സങ്കീർത്തനക്കാരൻ ഏറ്റവും ഒടുവിൽ പറയുകയാണ്, എൻ്റെ വഴികളിലെ കുറവുകൾ അവിടുന്ന് തീർത്തു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അവിടുത്തെ വഴികളിൽ നടക്കുമ്പോൾ നമ്മുടെ വഴികളിലെ കുറവുകൾ തീർക്കുന്നവരാണ് നമ്മുടെ ദൈവം. അത് മാത്രമല്ല, മറ്റൊരു പദപ്രയോഗമുണ്ട് 32-ാമത്തെ വാക്യത്തിൽ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം എന്നവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വഴികളിൽ, ചട്ടങ്ങളിലൊക്കെ നടക്കുമ്പോൾ ദൈവം നമ്മുടെ അരമുറുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മുടെ അരമുറുക്കും. ഈ വേദപുസ്തകത്തിന്റെ അകത്ത് നമ്മൾ ഈ അരമുറുക്കണമെന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞു, അര കെട്ടി ചെരുപ്പിട്ട് തിടുക്കത്തോടുകൂടെ ഇരിക്കണം. സംഹാരകൻ നഹൂം പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു, കോട്ട കാത്തുകൊള്ളുക, അരമുറുക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ചില സമയങ്ങളിൽ നമ്മൾ അരമുറുക്കണം. പക്ഷെ നമുക്ക് അരമുറുക്കാൻ പറ്റാതെ പോകുന്ന ചില മേഖലകളിൽ ദൈവം നമ്മുടെ അരമുറുക്കുന്ന ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. ആമേൻ. 4-ാമത്തെ കാര്യം, നിഷ്കളങ്കതയോടെ അകൃത്യം ചെയ്യാതെ സൂക്ഷിച്ചു. ഒരിക്കലും അകൃത്യവും വീഴ്ചകളും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ദൈവം പാപത്തെ വെറുക്കുന്ന ദൈവമാ. അവിടുന്ന് പാപിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തെറ്റുകളിലേക്ക് പോകരുത്. ദൈവഭയത്താൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം സൂക്ഷിക്കേണ്ടുന്ന മേഖലകളുണ്ട്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 35-ാമത്തെ വാക്യമാണ്. ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ഇന്നത്തെ കാലത്ത് റയറായി കാണുന്ന ഒരു ക്വാളിറ്റിയാണ് സൗമ്യത എന്ന് പറയുന്നത്, ഇല്ലേ? നമുക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പോലും നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഗുണമായിട്ട് ദോഷമായിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒട്ടുമിക്ക ആളുകളും ക്ഷിപ്രകോപികളാണ്, പൊട്ടിത്തെറിക്കുന്നവരാണ്. ഈ മനുഷ്യരുടെയൊക്കെ മുഖം കണ്ടാൽ പോലും ഒരു വാത്സല്യമില്ലാത്ത മുഖം പോലെ ചിലരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് തോന്നും, ഇല്ലേ? വളരെ നിഷ്ഠൂരന്മാരെ പോലെ, ക്രൂരന്മാരെ പോലെയൊക്കെ ചിലരുടെ മുഖം നമുക്ക് കാണാനായിട്ട് പറ്റും.
പക്ഷെ വചനം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, വചനം നമ്മളോട് പറയുന്നത്, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്ന് സൗമ്യരാകണം. സൗമ്യരാകണം. ഈ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അദ്ദേഹം ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂതലത്തിലുള്ള മനുഷ്യരിലും അതിസൗമ്യനായി മാറി. ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സൗമ്യത എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവവും ഈ ക്ഷിപ്രകോപവും ഒക്കെ ഒന്ന് നിർത്തി, ഈ വെറുതെ ആൾക്കാരോട് വഴക്കുണ്ടാക്കി, എന്താ പറയുന്നത്, നമ്മളോട് പറയുന്നവരോട് എതിരും പറഞ്ഞ് പിണങ്ങി ഒന്നും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ കഷ്ടതയ്ക്കകത്തും പ്രയാസത്തിന്റെ അകത്തും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്തോ കാര്യം സാധിക്കാന്? അതൊക്കെ നമ്മുടെ വാക്കുകളല്ലേ. ആ സമയത്ത് ദൈവത്തിലൊന്ന് ആശ്രയിക്കുക, ദൈവസന്നിധിയിലൊന്ന് താണുകൊടുക്കുക. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് നമ്മളൊന്ന് ശാന്തരാകുക, നമ്മളൊന്ന് സമാധാനത്തോടെ ഇരിക്കുക. ഈ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വരുമ്പം ഈ എടുത്തു ചാടി ഒന്നിനും പോകാതെ കുറച്ചു നേരം മിണ്ടാതിരി. ഈ ചിലതൊക്കെ നമ്മൾ ഈ മിണ്ടാതിരുന്ന് കഴിയുമ്പം അത് തന്നെ അതിന്റെ വഴിക്ക് അങ്ങ് പോകും. അത് വരും, അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം മതി. ഞാൻ മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ളത് പോലെ മിണ്ടാതിരുന്ന് ദൈവസന്നിധിയിൽ ഒന്ന് അമർന്നൊന്നിരുന്ന് കർത്താവിൻ്റെ ആ ഒരു സൗമ്യത, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയെന്ന്. അപ്പൊ എൻ്റെ സൗമ്യത എന്നല്ല ദാവീദ് പറഞ്ഞത്, അങ്ങയുടെ സൗമ്യത. കാൽവറി ക്രൂശിലടക്കം നമ്മുടെ കർത്താവ് മൗനമായിരുന്നു, ഇല്ലേ? ചോദിച്ച പല ചോദ്യങ്ങൾക്കും അവിടുന്ന് ഉത്തരം പറഞ്ഞില്ല. അവിടുന്ന് ഉത്തരം പറയാതെ മിണ്ടാതെ ഇരുന്ന ആടിനെ പോലെ അദ്ദേഹം ചെയ്തു. അപ്പോൾ പൈശാചിക ശക്തികളും ലോകവും എല്ലാം വിചാരിച്ചത് കർത്താവ് പരാജയപ്പെട്ടു എന്നാണ്, കർത്താവ് തോറ്റു എന്നാണ്. പക്ഷേ അതൊരു തോൽവിയല്ലായിരുന്നു. ആ മൗനമായിരുന്നപ്പോഴും ദൈവത്തിന് സ്തോത്രം. ആമേൻ. ക്രൂശിൽ കയറിയപ്പോഴും ആമേൻ, പിതാവേ ഇവരോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴും അവിടുന്ന് ദൈവത്തിന് സ്തോത്രം ഒരു വലിയ ജയത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. എന്ത് ജയമാ! ആമേൻ. കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് ദൈവത്തിന് സ്തോത്രം സകല സാത്താന്യ ലോകവും കിടുങ്ങുമാറ് ആമേൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില സമയങ്ങളിൽ മിണ്ടാതെ ഇരിക്കുക, ചില സമയങ്ങളിൽ മൗനമായിരിക്കുക. ഞാൻ പെട്ടെന്ന് വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി, നിന്റെ വലങ്കൈ എന്നെ താങ്ങി. താഴോട്ടൊക്കെ വരുമ്പോൾ ആ കഷ്ടതകൾക്കകത്ത്, ആ പ്രയാസങ്ങൾക്കകത്ത് ദൈവം തനിക്ക് കൊടുത്ത ജയത്തെക്കുറിച്ചാണ് ദാവീദ് പറഞ്ഞു നിർത്തുന്നത്. ശത്രുക്കളെ കാൽക്ക് വീഴാക്കി അവരുടെ മുമ്പിൽ ജയം തന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം. നിങ്ങൾ കർത്താവിന് വേണ്ടി ധീരതയോടെ ഉറപ്പോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഷ്ടതകൾ വരുത്തില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള വലിയ കൃപ അവിടുന്ന് നൽകും. 5 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. 1, ദൈവത്തെ സ്നേഹിക്കുക. 2, പ്രാർത്ഥനകൾ കുറയാതിരിക്കുക. 3, ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4, വചനത്തെ കരുതിക്കൊണ്ട് നിഷ്കളങ്കതയോടെ നടന്ന് അകൃത്യങ്ങളിൽ നിന്നൊക്കെ സ്വയം ഒഴിഞ്ഞു മാറി നടക്കുക. 5, ദൈവത്തിൻ്റെ സൗമ്യത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഈ 5 കാര്യങ്ങൾ നമ്മുടെ വേദനകൾക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ദാവീദ് വിജയകരമായി ഫലപ്രദമായി ജീവിതത്തിൽ നടപ്പാക്കിയതാണ്. നടപ്പാക്കി അദ്ദേഹം പരാജയപ്പെട്ടില്ല. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ കഷ്ടതകളിൽ നിന്നും ശൗലിന്റെ കൈകളിൽ നിന്നുമെല്ലാം ദൈവം തന്നെ രക്ഷിച്ച് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. തൻ്റെ ജീവിതം വിജയകരമായി തീർന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ തയ്യാറാകുമോ? പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളോട് സംസാരിച്ച ഈ തിരുവചന സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ദൈവാനുഗ്രഹങ്ങളിലേക്ക് അവരെ നയിക്കണമേ. ഞങ്ങളുടെ ചില വേദനകൾക്കകത്ത്, പ്രയാസങ്ങൾക്കകത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയാതെ ഇരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ഞങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രായോഗിക പദത്തിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഒരു കാര്യം ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ വഴികളിലെ കുറവ് തീർക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവിടുത്തെ വഴികളിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകൾ തീർക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവിടുന്ന് അത് ഇതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്തു. മേലാലും അവിടുന്ന് ചെയ്യുവാൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു. നന്ദി പിതാവേ. ഞങ്ങളുടെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയ തോന്നി ഉത്തരമരുളണമേ. ആമേൻ. ദൈവം സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം.
മാറാനാഥ.